മഞ്ഞൾക്കുറി വരപ്രസാദമാക്കി മാറ്റി മൊഴിചുരിഞ്ഞ് അനുഗ്രഹം ചൊരിയുന്ന 1000 ദേവതമാർ അരങ്ങുവാഴുന്ന ഉത്തരകേരളത്തിന്റെ മണ്ണിൽ കാവുകളിയാട്ടങ്ങളും പെരുങ്കളിയാട്ടങ്ങളും പതിവാണ്. എന്നാൽ അതിലേറെ വ്യത്യസ്തമാണ് ആചാരാനുഷ്ഠാനങ്ങളിലെ വേറിട്ട കാഴ്ചകൾ. ഭക്തഹൃദയങ്ങൾക്ക് പകർന്നു നൽകുന്ന ചെറുവത്തൂർ ശ്രീ നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട മഹോത്സവം. 164 തെയ്യങ്ങൾ അരങ്ങുറഞ്ഞാടിയ നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിലെ 8 നാൾ നീണ്ട പെരുങ്കളിയാട്ട മഹോത്സവം പെരുങ്കളിയാട്ടങ്ങളുടെ പെരുങ്കളിയാട്ടമായി മാറി. മലബാറിൽ തീയ സമുദായത്തിന്റെ അഭിമാന തട്ടകമായ നെല്ലിക്കാതുരുത്തിയിലെ പെരുങ്കളിയാട്ടം ജാതിമതഭേദങ്ങളെ അടർത്തിമാറ്റുന്ന മാനവോത്സവം കൂടിയാണ്. നിലമംഗലത്തമ്മയുടെ തിരുമാംഗല്യമാകുന്ന പെരുങ്കളിയാട്ടത്തിന് ജാതിമത ഭേദമില്ല എന്നത് മറ്റ് ക്ഷേത്ര കഴകങ്ങളിൽ നിന്ന് നെല്ലിക്കാതുരുത്തി നിലമംഗലം കഴകത്തെ ഏറെ വ്യത്യസ്തമാക്കുന്നു. പെരുങ്കളിയാട്ടം കുറിച്ച നാൾ മുതൽ മുഖ്യ സമുദായ ക്ഷേത്രമായ നെല്ലിക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ ആചാരസ്ഥാനികരുടെ സാന്നിധ്യം ഇവിടെ ഓരോ ക്ഷേത്ര ചടങ്ങുകൾക്കും അത്യാവശ്യമാണ്. ദേവിയുടെ അന്നപ്രസാദമൊരുക്കുന്ന കലവറയിലേക്കുള്ള പായ കൊണ്ടുവരേണ്ടത് കഴകത്തിലെ പട്ടോല വിധി പ്രകാരം പുലയ സമുദായ അംഗങ്ങളായ മാപ്പിട്ടച്ചേരി തറവാട്ടുകാരാണ്. ഈ കഴക സന്നിധിയിൽ കലവറയിലേക്കുള്ള ഉപ്പ് നൽകേണ്ടത് വേളാപുരത്തെ മുസ്ലിം തറവാട്ടുകാരാണ്. 1 വർഷത്തിലേറെ നീണ്ട അമ്മയുടെ പെരുങ്കളിയാട്ടത്തിനുള്ള കർമ്മപ്രവർത്തികൾക്കൊടുവിൽ ഫെബ്രുവരി 4 ചൊവ്വാഴ്ച പെരുങ്കളിയാട്ടത്തിന് സ്വപ്നതുല്യമെന്നോണം തുടക്കം കുറിച്ചു. ചൊവ്വാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ക്ഷേത്രത്തിലെ പ്രധാന ആചാരസ്ഥനായി നാന്തകം എഴുന്നള്ളിക്കുന്ന അച്ഛനായി തെങ്ങിൽ ഭാസ്കരനും മുഖ്യ ആരാധനാമൂർത്തികളിലൊന്നായ പൂമാല ഭഗവതിയുടെ കുടക്കാരൻ അച്ഛനായി കാഞ്ഞങ്ങാട് കുഞ്ഞിവീട് തറവാട്ടിലെ കുഞ്ഞിക്കണ്ണനും ഉരുളിക്കാരൻ അച്ഛനായി കയ്യൂർ മടത്തിൽ തറവാട്ടിലെ കുഞ്ഞിക്കണ്ണനും ആചാരം കൊണ്ടു. ആചാരസ്ഥന്മാർ ആചാരമേറ്റതോടെ വാദ്യപ്പെരുമയിൽ ബാല്യക്കാരുടെ അകമ്പടിയിൽ ക്ഷേത്രേശന്മാരും നിലമംഗലത്തമ്മയുടെ കോലധാരിയും നൂറുകണക്കിന് സ്ത്രീജനങ്ങളും ഘോഷത്തോടെ നിലമംഗലത്തമ്മയെയും പരിവാരങ്ങളെയും കഴകത്തിലേക്ക് ആനയിക്കാനായി കുളങ്ങാട്ടുമലക്ക് എഴുന്നള്ളി. കുളങ്ങാട്ടുമലക്ക് എഴുന്നള്ളിയതോടെ വർണ്ണാഭമായ ചടങ്ങുകളിലേക്ക് കഴകം മുഖം തിരിച്ച കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇരുപത്തിയഞ്ച് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഒരു നിയോഗം പോലെ കുളങ്ങാട്ടുമലക്ക് എഴുന്നള്ളി. തുടർന്ന് തിരിച്ചെത്തി നിലമംഗലത്തമ്മയുടെയും പുന്നക്കാൽ ഭഗവതിയുടെയും ഉച്ചത്തോറ്റം അരങ്ങിലാടി ക്ഷേത്രേശന്മാർക്കൊപ്പം കഴകം വലം ചെയ്തു.
പുലർച്ചെ 2 മണിയോടെയാണ് ഭഗവതിമാരുടെ അന്തിത്തോറ്റം ആദ്യ ദിനത്തിൽ അരങ്ങിലെത്തിയത്. ഉച്ചത്തോറ്റവും അന്തിത്തോറ്റവും ഭഗവതിമാർ തിരുമുടി ഉയർത്തിയ ഫെബ്രുവരി 11 ചൊവ്വാഴ്ച വരെ നീണ്ടുനിന്നു. 11 ചൊവ്വാഴ്ച പുലർച്ചെ കൊടിയിലത്തോറ്റം നടന്നതോടെ തോറ്റം സമ്പൂർണമായി മാറി. പെരുങ്കളിയാട്ടത്തിന്റെ അരങ്ങ് തകർത്ത് എല്ലാ ദിവസവും രാത്രി പൂമാരുതന്റെ തട്ടും വെള്ളാട്ടം ആയിരങ്ങളായ ബാല്യക്കാരുടെ ആർപ്പുവിളികൾക്കിടയിൽ ഉറഞ്ഞാടി തിമർത്ത കാഴ്ച ഭക്തിയാവേശം വിതറി. കഴകസന്നിധിയിൽ ദേവി പൂമാലയോടൊത്ത് അധിവസിക്കുന്ന ഓമനപ്പൂങ്കിടാവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പൂമാരുതൻ 108 കടന്ന് മരക്കലമേറി പൂമാലയും സഖിമാരും ആര്യർ നാട്ടിൽ നിന്ന് എഴുന്നള്ളിയപ്പോൾ പൂമാലയിൽ സംപ്രീതനായി മരക്കലത്തിലേറിയ വായുരൂപം പൂണ്ട ശൈവമല്ലനാണ്. ദൈവം മല്ലനായതിനാൽ ഈ ശൈവാംശ സ്വരൂപൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ തടുക്കാനാവാത്ത ശൗര്യത്തോടെ ഏവരെയും തട്ടിമാറ്റുന്നു. ഇത് ഭയഭക്തി വിടർത്തുന്ന കളിയാട്ടക്കാഴ്ച. പൂമാരുതൻ അരങ്ങുവാണ സന്നിധിയിൽ പിന്നീടുള്ള എല്ലാ രാത്രികളിലും വിവിധ ദേവതമാരായ വേട്ടക്കുരുമകൻ, ഊർപ്പഴശ്ശി, പൂക്കുന്നത്ത് വൈരജാതൻ, ചെമ്പിലോട്ട് ദൈവം, വിഷ്ണുമൂർത്തി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി തുടങ്ങി വിവിധ തെയ്യങ്ങളുടെ തോറ്റങ്ങൾ ആടിത്തിമർത്തു. അന്തിത്തോറ്റം കഴിഞ്ഞ പുലർവേളയിൽ കളിക്ക ദൈവങ്ങളാണ് ദിവസവും ആദ്യം അരങ്ങിലെത്തിയത്. 8ഓളം കോലങ്ങൾ ഒന്നിച്ചുറഞ്ഞാടിയ തിരുമുറ്റം പിന്നീട് കോലത്തിന്മേൽ കോലങ്ങളുടെ വരവിനായി വഴിമാറിയ കാഴ്ചയാണ് ഉണ്ടായത്. അതിനിടെ പുലർച്ചെ വട്ടിപ്പൂതമെന്ന അപൂർവ തെയ്യവും അരങ്ങിലെത്തി. കോട്ടപ്പുറത്ത് ചാമുണ്ടി, കല്ലക്കര ചാമുണ്ടി, മോയച്ചേരി ചാമുണ്ടി ഇങ്ങനെ വിവിധ സ്ഥലനാമത്തോടുകൂടി അറിയപ്പെട്ട ചാമുണ്ടേശ്വരിമാരും വിഷ്ണുമൂർത്തിയും ഗുളികനും ഉച്ചൂളിക്കടവത്ത് ഭഗവതിയും എല്ലാ ദിവസവും അരങ്ങാടി അനുഗ്രഹമേകി. ഉച്ചിട്ടയും ഭൈരവനും ദണ്ഡ്യങ്ങാനത്തമ്മയും ചെമ്പിലോട്ട് ഭഗവതിയും മീൻതുള്ളി ഭഗവതിയും മാൻകടവത്ത് ഭഗവതിയും പണയക്കാട്ടമ്മയും വേങ്ങാക്കോട്ട് ഭഗവതിയും ശൂലിയാർ ഭഗവതിയും പുള്ളിക്കരിങ്കാളിയുമെല്ലാം ഓരോ ദിനങ്ങളിൽ ഭക്തർക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു. കൂത്ത്, മണാളൻ, മണാട്ടി, മാഞ്ഞാളമ്മ, ചങ്ങനും പൊങ്ങനും, പൂക്കുന്നത്ത് വൈരജാതൻ ഇങ്ങനെ മനംതോറ്റി തെളിഞ്ഞ 100 തേജോരൂപങ്ങൾ സ്വപ്നതുല്യമായി അരങ്ങുവാണു. പേരെടുത്തു പറഞ്ഞാൽ സമയമേറെ നീളും. 164 ദേവതമാരാണ് ആചാരപ്പൊലിമയിൽ തിരുമുടി ഉയർത്തിയത്. കാലത്തിന് മായ്ക്കാനാവാത്ത 100 ദിവ്യ തേജസ്സുകൾ ചിലമ്പിട്ടുറഞ്ഞാടി അനുഗ്രഹം ചുരിഞ്ഞ പുണ്യവസുന്ധരയിലെ ഓരോ ദേവനർത്തനങ്ങളും വാക്കുകൾക്കതീതമായ ആനന്ദമാണ് പ്രദാനം ചെയ്തത്.
കാലത്തിന്റെ ഗതിവേഗത്തിൽ മനസ്സ് യാന്ത്രികമാകുന്ന ഹൃദയങ്ങൾക്ക് സാന്ത്വനത്തിന്റെ സ്നേഹ പീയൂഷാമൃതം ഒഴിചൊരിഞ്ഞ നിലമംഗലത്തമ്മയുടെ കഴകസന്നിധി ഭക്തമനസ്സുകളുടെ സങ്കടവിഹ്വലതകൾക്ക് എന്നും അഭയസ്ഥാനം തന്നെയാണ്. ഓർക്കുളത്ത് ബ്രാഹ്മണന്റെ തപശ്ചര്യയിൽ സംപ്രീതയായി സാഗരമധ്യേ താമര വിരിയിച്ച് സാഗരസംഭവ സൗഖ്യസ്വരൂപിണിയായി കാലമേറെ വാണ് കാലാന്തരത്തിൽ എട്ടില്ലത്തിന് ധർമ്മദേവതയാകാൻ മനംപൊരുളായി വന്ന നിലമംഗലത്തമ്മ ലോകഗാത്രിയും സർവേശ്വരിയും സർവമംഗള വല്ലഭയായും ജഗത്രയംബികയായും രുദ്രയായുമെല്ലാം മനസ്സിന്റെ മറകൾക്ക് കാണുവാൻ എളുതല്ലാത്ത ചൈതന്യ സ്വരൂപൻ തന്നെയാണ്. നാട്ടുപൊലിമക്ക് നിറം പകർന്ന് സർവാംഗതമായ കലാചാതുര്യത്തോടെയാണ് വിശ്വജനനിയായ അമ്മയുടെ വരവ്. കരിനരി തുകിലണിந்த പുരഹരൻ ഉളവായി വന്ന കരിമുഖ ഗണനാഥൻ താൻ കനിവോട് വന്ദിക്കണമെന്ന് ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട പൊലിച്ചുപാട്ടോടുകൂടിയാണ് തോറ്റമാരംഭിക്കുന്നത്. അരുമയിലെ വളർന്ന ആര്യർനാട് തന്നിൽ അഴകോട് പോർന്ന നന്മല നാട് കാണാൻ ആശയാലെ ഇനിയൊരു കപ്പൽ വേണമെന്നറിയിച്ചു രാജനോട് വിശ്വകർമാവിനോടറിയിച്ചു തീർത്തൊരു പവിഴമണികളാർന്ന മരക്കലത്തിൽ കോരി നിറച്ച പൊന്നുട മുത്തുമാലകളുമായി എഴുന്നള്ളി ചുഴലേ വന്നണഞ്ഞ കപ്പൽ ഈ മലനാട്ടിലെത്തിയെന്ന് ഐതിഹ്യ പെരുമ. ഇങ്ങനെ ഈ മലനാട് കൈയെടുത്ത സർവാവിഷ്ട വരപ്രതരായ ദേവതമാർ അരങ്ങുറഞ്ഞാടി സാന്ത്വന പീയൂഷാമൃതം ചൊരിഞ്ഞ പെരുങ്കളിയാട്ട മഹോത്സവം മനസ്സിൽ വർണ്ണാഭമായ ദേവനർത്തനത്തിന്റെ അസുലഭ നിമിഷങ്ങളാണ് ഭക്തർക്ക് സമ്മാനിച്ചത്. കാൽനൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ പാരമ്പര്യത്തിന്റെയും ജനകീയതയുടെയും സ്വർണ്ണനൂലിൽ വിളക്കിച്ചേർത്ത ഒരുമയുടെ മാനവോത്സവം കൂടിയായി മാറി കഴകസന്നിധിയിലെ സർവേശ്വരി നിലമംഗലത്തമ്മയുടെ തിരുമാംഗല്യമായ പെരുങ്കളിയാട്ടം. അഴകോടെ കഴകക്കാരും ഭക്തിപെരുത്ത ലോകരുടെയും ചുറ്റുവരവ് കണ്ടാൽ അഭയവരദായിനിയാകുന്ന രമ്മ അഴകൊത്ത കളിയാട്ടത്താൽ രക്ഷയേകുന്ന ഭുവനി മാതാവാണ് ശ്രീ നിലമംഗലത്തമ്മ. സർവേശ്വരിയുടെ പുണ്യവസുന്ധരയിലെ പെരുങ്കളിയാട്ടത്തിൽ നാടിന്റെ നാലിറയങ്ങളിൽ നിന്നൊഴുകിയെത്തിയ ഭക്തമനസ്സുകൾക്ക് 100 ദേവചൈതന്യങ്ങൾ ചിലമ്പണിഞ്ഞെത്തി അനുഗ്രഹം ചൊരിഞ്ഞ് സാന്ത്വനത്തിന്റെ നറുമഴി പകർന്ന പെരുങ്കളിയാട്ടം നമ്മുടെ ജന്മപുണ്യം തന്നെയാണ്. അഭയം പ്രാപിക്കുന്നവന്റെ കഷ്ടാരിഷ്ടതകൾ കേട്ട് അനുഗ്രഹത്തിന്റെ നെറുമൊഴി ചൊരിഞ്ഞ് അശരണർക്ക് അഭയമേകുന്ന കുലദേവതകൾ അരങ്ങുവാണ പുണ്യസങ്കേതത്തിലെ പെരുങ്കളിയാട്ടം ഉത്തര കേരളത്തിന്റെ മഹിത സംസ്കാരത്തിൽ കാലത്തിന് മായ്ക്കാനാവാത്ത ചരിത്രത്തിന്റെ കണ്ണാടിയായി മാറി. കാലം മാറുമ്പോഴും കോലം മാറാതെ ഗ്രാമസംസ്കൃതി നെഞ്ചേറ്റിയ ഗോത്ര സംസ്കാരത്തിന്റെ ഹൃദയത്തുടിപ്പുകളായി ഇവിടുത്തെ പട്ടോല വിധിപ്രകാരമാണ് അള്ളട നാട്ടിലും തുളുനാട്ടിലും പരമ്പൊരുളായ 164 ദേവതമാർ ഈ അരങ്ങിൽ ഉറഞ്ഞാടിത്തിമർത്തത്. ആര്യർ നാട്ടിൽ നിന്ന് നന്മല നാട് കാണാൻ 40 അടി നീളമുള്ള കപ്പലിൽ എഴുന്നള്ളി അന്ന് നെല്ലിക്കാത്തീയൻ തലക്കാട്ടെ കൂറന്റെ വെള്ളോലമൈക്കുടയിൽ എഴുന്നള്ളിയ വിശ്വജനനിയും സഖിമാരാ ഭഗവതിമാരും 30,000 പ്രഭു തിരുവുള്ളത്തെ കനിഞ്ഞ ഈ മണ്ണിൽ കോലത്ത് നാടിന്റെ കോലപ്പെരുമയെ ഉയർത്തുകയായിരുന്നു ഈ പെരുങ്കളിയാട്ടത്തിലൂടെ. ചെമ്പട്ടിൽ വിധാനിച്ച 40 അടി നീളമുള്ള പീലിത്തഴയെഴുന്ന പൊന്തിരുമടിയേന്തുന്ന വിശ്വഗാത്രികൾ ലോകം നിറയുന്ന പരാശക്തി ചൈതന്യം തന്നെയാണ്. സകലത്തിലും നിറയുന്ന പരമ്പൊരുളുകൾ അഭയഹസ്തരായി നാദബ്രഹ്മം പൊഴിച്ച് വരമൊഴി ചൊരിഞ്ഞ് വിശ്വശക്തിയ മന്ത്രസൂക്തങ്ങളെ ആവാഹിച്ച തിരുവായുധവുമേന്തി ഫെബ്രുവരി 11 രാവിലെ 8:30 മണിയോടുകൂടി തിരുമുറ്റത്തെത്തുകയായിരുന്നു. ഋതുഭേദങ്ങൾ മാറിമറിഞ്ഞ് കാലങ്ങൾ കാത്തിരുന്നാൽ മാത്രം ദർശനം പകരുന്ന അമ്മമാരുടെ പെരുങ്കളിയാട്ട സന്നിധി ഭക്തലക്ഷങ്ങളാൽ സമാപന ദിവസം നിറഞ്ഞു കവിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആര്യർ നാട്ടിൽ നിന്നും മരക്കലമേറിയ ആര്യപൂമാലയും പൂമാരുതനും സഖിമാരാ ഭഗവതിമാരും ആര്യശാസ്താവിനോട് വിടയറിയിച്ച് ഗംഗക്കര, അറബിക്കര, പൊന്നാശി, അണാശി, വടീശ്വരം, കായക്കൊടി, വെറ്റിലക്കൊടി തുടങ്ങിയ അനവധി സ്ഥലങ്ങൾ കൈയെടുത്ത് വില്ലാപുരത്തസുരനെയും വടക്കൻ കോടി വീരനെയും മരക്കലമേറ്റി ആഴിയേഴും കടന്ന് എടത്തൂർ കടപ്പുറം വന്നണഞ്ഞ് അന്ന് കൈതത്തണലിൽ വെളുത്ത മണലിൽ കുളിർത്ത കാറ്റേറ്റ് വ്യാഴവട്ടം 12 കാലം രമിച്ച് നെല്ലിക്കാത്തീയൻ തലക്കാട്ടെ കൂറന്റെ വെള്ളോലമൈക്കുടയിൽ നെല്ലിക്കാകത്തട്ടിലേക്ക് എഴുന്നള്ളിയെന്ന് ഐതിഹ്യ പെരുമ. ഗ്രാമസംസ്കൃതി നെഞ്ചേറ്റിയ 10,000ങ്ങൾ പല വഴികളിലായി ഭുവനി മാതാക്കന്മാരുടെ കല്യാണപ്പന്തലാകുന്ന നിലമംഗലത്തമ്മയുടെ പെരുങ്കളിയാട്ട സന്നിധിയിലേക്ക് ഒഴുകിയെത്തി. കണ്ടാലും കേട്ടാലും പറഞ്ഞാലും കൊതിതീരാത്ത വിശ്വതേജോരൂപങ്ങൾ നേർദർശനം നൽകിയപ്പോൾ ഇനിയെന്ത് വേണമെന്റെ സർവേശ്വരിയെന്ന് തടിച്ചുകൂടിയ 10,000ങ്ങളുടെ മനസ്സറിയാതെ മന്ത്രിച്ചുപോയി. നന്മല നാട് കാണാൻ 40 അടി നീളമുള്ള കപ്പലിലേറി എടത്തൂർ കടപ്പുറം വന്നണഞ്ഞ്
നെല്ലിക്കാത്തീയൻ തലക്കാട്ടേക്കൂറന്റെ മെയ്ക്കുടയിൽ നിറഞ്ഞ് നെല്ലിക്കാകത്തട്ടിലേക്ക് എഴുന്നള്ളിയ വിശ്വതേജസ്സുകൾ നീലാകാശത്തെ പൊൻതിരുമുടിയേന്തിയ കാഴ്ച ഭക്തിയുടെ അനർഘ നിമിഷങ്ങൾ സമ്മാനിച്ചു. ആ തിരുമുഖ കമലം അടുത്തൊന്ന് കണ്ടപ്പോൾ എന്തു പറയണമെന്റെ സർവേശ്വരിയോടെന്ന് ആയിരങ്ങളുടെ മനസ്സ് മന്ത്രിച്ചു. നിലാവിന്റെയും നക്ഷത്രങ്ങളുടെയും വഴിവെളിച്ചം കണ്ട് കുളങ്ങാട്ടുമലയിറങ്ങി വസിച്ച് കൊട്ടും പാട്ടും കേട്ട് എഴുന്നള്ളി വന്ന ഈ തമ്പുരാട്ടിമാർ ഋതുഭേദങ്ങൾ മാറിമറിഞ്ഞ് കാലമേറെ കാത്തിരുന്നാൽ മാത്രം ദർശനമേകുന്ന വിശ്വസ്വരൂപങ്ങളാണ്. വീണുകേണാൽ കാരുണ്യ സിന്ധുവാകുന്ന നിലമംഗലത്തമ്മയുടെ തിരുമുടി നീലാകാശത്തേക്കുയർന്നു.
വേദസംഗീതാദികളിൽ അധിപയായ സരസ്വതീ ചൈതന്യം അമ്മമാരുടെ നറുമഴികളിലൂടെ ഏറ്റുവാങ്ങി മനം കുളിർപ്പിച്ച് ആയിരങ്ങളായ പൈതങ്ങൾ ദർശന സാഫല്യം നേടി 25 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇനിയെന്ന് കാണും ഇതുപോലെ എന്നത് കാലത്തിനു പോലും പ്രവചിക്കാൻ സാധ്യമല്ലാത്തതാണ്. ആയിരം കാതം താണ്ടി കഴകസന്നദ്ധിയിലെത്തിയ ആയിരങ്ങൾക്ക് ദർശനമേകി ചൊവ്വാഴ്ച വൈകിട്ട് 5:40 ഭഗവതിമാർ തിരുമുടി അഴിച്ചു. ഇടന്തല വലന്തല നാദ താളലയങ്ങളുടെ അകമ്പടിയോടെ അലർച്ചയിലൂടെ നാദബ്രഹ്മത്തെ ഉപാസിക്കുന്ന വെളിച്ചപ്പാടുകളുടെ ഇടയിലൂടെ ചെമ്പട്ടുടുത്തും ചിലമ്പണിഞ്ഞും പൊയ്ക്കണ്ണ് ധരിച്ചും കുരുത്തോല ഉടയാടയാക്കിയും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് മനം തോറ്റിത്തെളിഞ്ഞ തിരുസ്വരൂപങ്ങൾ അരങ്ങുവാണ നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം ഭക്തലക്ഷങ്ങളെ സാക്ഷി നിർത്തി ചരിത്രത്തിന്റെ ഭാഗമായി മാറി.